എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ പരിപാടി ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ബിഷപ്പ് തിരുമേനി ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ അവർകളെ, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സ്വാഗത പ്രസംഗം നടത്തിയ ഡോക്ടർ മാത്യു കോശി പുഞ്ചക്കാട്, ഇതിനെ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നിഷ ആൻ ജേക്കബ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ഇതിൻ്റെ കൺവീനർ, ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ബഹുമാന്യരായ ഫാദർമാർ, സദസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ പരിസ്ഥിതി പ്രവർത്തകരെ, CSI ഇടവകയിലെ പുരോഹിതന്മാരെ, പ്രകൃതി സ്നേഹികളെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇത്രയും മനോഹരവും ഉൾക്കാമ്പുള്ളതും വിശാലവും ഗംഭീരവുമായിരിക്കുന്ന ഒരു ചടങ്ങിൽ നിങ്ങളോട് സംസാരിക്കാൻ ഒരവസരം ലഭിച്ചു എന്നത് ഞാനൊരു അനുഗ്രഹമായി കാണുന്നു. അതിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് മതസ്ഥാപനങ്ങളും മതപുരോഹിതന്മാരും നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന ഈ താല്പര്യം ലോകത്തെല്ലായിടത്തും കാണിച്ചിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഭരണാധികാരികൾ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ജനങ്ങളുടെ താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രകൃതിയുടെ പക്ഷത്ത് നിന്ന് ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ വലിയ പ്രയാസമുണ്ടാകും. കാരണം കാട്ടിലിരിക്കുന്ന മൃഗങ്ങൾക്കും നാട്ടിലിരിക്കുന്ന വൃക്ഷങ്ങൾക്കും ചെടികൾക്കും കല്ലുകരട് കാഞ്ഞിരക്കുറ്റിക്കും മുള്ളുമുരട് മൂർക്കം പാമ്പിനും വോട്ടില്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവർ വോട്ട് ചെയ്യാറില്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നേരെ തിരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഭയന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ പരിസ്ഥിതി വിരുദ്ധന്മാരാരാണോ അവർ കൂടുതൽ വോട്ട് നേടി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ലോകത്തിപ്പോൾ നടന്നു വരുന്നു. ഇടക്കാലത്ത് ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊളിറ്റിക്സ് ഉയർന്നു വന്നിരുന്നുവെങ്കിലും അതിന് ലോകരാഷ്ട്രങ്ങളുടെ മേലെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ കവിത വായിക്കുന്നവർ വളരെ പരിമിതമായതുകൊണ്ട് കുറച്ച് കവികൾ അവരുടെ ശബ്ദം നിലവറ ശബ്ദങ്ങളായി ചുരുങ്ങിപ്പോയി. മാധവ് ഗാഡ്ഗിലിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സംസാരിച്ചത്. മാധവ് ഗാഡ്ഗിൽ വരേണ്ടിയിരുന്നില്ല. ഈ ഭാരതത്തിൽ ഭൂരിപക്ഷം കൃഷ്ണഭക്തന്മാരായിരുന്നുവെങ്കിൽ മാധവ് ഗാഡ്ഗിൽ വരേണ്ടിയിരുന്നില്ല കുന്നുകളെ സംരക്ഷിക്കാൻ. കാരണം മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യം 2500 കൊല്ലം മുമ്പ് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാത്രം കേട്ടില്ല. മഴ പെയ്യുന്നത് ദേവേന്ദ്രന്റെ കരുത്തുകൊണ്ടാണെന്ന് വിശ്വസിച്ചിട്ട് ദേവേന്ദ്രന് യാഗം നടത്താൻ പോകുന്ന ഗോപന്മാരെ തടഞ്ഞുകൊണ്ട് കൃഷ്ണൻ പ്രഖ്യാപിച്ചു, ദേവേന്ദ്രന്റെ ഖനാഖന സേനകളാണ് മഴ പെയ്യിക്കുന്നത് എന്നായിരുന്നു വിശ്വാസം. ഖനാഖനം കേട്ടിട്ടുണ്ടോ? ഖനാഖനം എന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു പാട്ടിൽ കേട്ടിട്ടുണ്ടാവാം. ഇന്ദ്രധനുസ്സേന്തി വരുന്ന ഖനാഖന സേനകളെ വന്നാലും ഇതിലേ 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 ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം ദും 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 ദുന്ദുഭിനാദം എന്നൊരു സിനിമ പാട്ട് കേട്ടിട്ടില്ലേ? അതിൽ ഖനാഖന സേനകൾ എന്നുണ്ട്. മേഘങ്ങൾ എന്നാണ്. ദേവേന്ദ്രന്റെ സേനകളാണെന്ന സങ്കല്പം. ഇത് മൂഢധാരണയാണെന്നും മഴ പെയ്യിക്കുന്നത്, അമ്പാടിയിൽ മഴ പെയ്യിക്കുന്നത് ഗോവർദ്ധനം എന്ന് പറയുന്ന പർവ്വതമുള്ളത് കൊണ്ടാണെന്നും ഗോവർദ്ധനം എന്ന വാക്കിനർത്ഥം തന്നെ ഗോക്കളെ വർദ്ധിപ്പിക്കുവാനുള്ള നല്ല പുൽമേടുള്ള പർവ്വതമാണെന്നും കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. മറ്റെല്ലാ ദൈവങ്ങളും ചമ്പ്രം പടിഞ്ഞിരുന്നിട്ട് കൊടുക്കുന്ന അലുവിയും അവിലും മലരും തിന്ന് ജീവിച്ചപ്പോ പാരിസ്ഥിതികമായ അതിജീവനത്തിന്റെ ജോലി ചെയ്തു. പശുവിനെ മേയിച്ചു കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബലരാമൻ
ലോകത്തിലെ ആദ്യത്തെ ജലസേചന കൃഷി വകുപ്പ് മന്ത്രിയാണ്. ബലരാമന്റെ ആയുധം കലപ്പയാണ്. കാളിന്തി നദിയിൽ ആദ്യം അണകെട്ടിയിട്ട് കലപ്പ കൊണ്ട് കനാല് കീറിയിട്ട് അമ്പാടിയിൽ ജലസേചനം നടത്തിയ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയും അഗ്രികൾച്ചർ വകുപ്പ് മന്ത്രിയുമായിരുന്നു ബലരാമൻ. പക്ഷെ ഈ ഭാരതത്തിൽ ബലരാമന്റെയും കൃഷ്ണന്റെയും ഭക്തന്മാരാണ് മഹാഭൂരിപക്ഷം. അവരൊരു അമ്പലം ഉണ്ടാക്കിയാൽ, അവരൊരു ഉത്സവം നടത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ളത് ജോറായി കോരുകയും വാരുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. വാരുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ വാരിയെടുക്കുന്നതിന് ഭാര്യ എന്നാ പറയുക. കണ്ണൂർ ജില്ലയിൽ ജോറായി കോരുകയും വാരുകയും ചെയ്യുന്നത് അതാണ് JCB അല്ലേ? അതാണ് നമ്മുടെ വികസനത്തിന്റെ പ്രധാനപ്പെട്ട ചിഹ്നം. ജോസഫ് സിറിൽ ബംഫേർഡ് എന്ന് പറയുന്നതിന്റെ മുതലാളിയുടെ പേരാണെന്ന് അധികാർക്കും അറിയില്ല. അതുകൊണ്ട് കുന്നിടിച്ച് നിരത്തുന്നു. നിമ്നോന്നതങ്ങളാണ് ഈ ഭൂമിയുടെ ഏറ്റവും വലിയ കരുത്ത്. നിമ്നോന്നതങ്ങളാണ്. ഉയർച്ചകളും താഴ്ചകളുമുള്ള ഈ ഭൂമി മൊത്തം ഒന്ന് പരത്തി സിമെന്റ് ഇട്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്നാ പൊടി ഉണ്ടാവില്ല, മണ്ണുണ്ടാവില്ല, ചെളി ഉണ്ടാവില്ല. ചെളിയെ വെറുക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചിരിക്കുന്നു. സ്കൂളും വിട്ട് വരുമ്പോൾ രക്ഷിതാക്കൾ കാത്തിരിക്കുന്നു, വരുന്ന കുട്ടിയുടെ കുപ്പായത്തിൽ മണ്ണുണ്ടോ, ഉണ്ടെങ്കിൽ ഉടനെ ശാസിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞ പാട്ടവൻ അപ്പോൾ ഓർക്കുന്നില്ല. ആ മണ്ണും വെള്ളവും ആണ് ഈ ഭൂമിയെ സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാക്കി മാറ്റുന്നതെന്നറിയുന്നില്ല. ചെളിയാണ്, മണ്ണും വെള്ളവും ചേർന്ന ചെളിയാണ്. ചെളിയെ ഇഷ്ടല്ല. ചെറിയ കുട്ടികളോട് ഞങ്ങളുടെ നാട്ടിൽ വൃത്തികെട്ട വസ്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. കുട്ടികളുടേതായ ചിലൊരു ഭാഷയുണ്ടല്ലോ, അതിന് തന്നെ ഒരു നിഘണ്ടുണ്ട്. വൃത്തികെട്ട വസ്തുവിന് പറയുക ഇച്ചിച്ചി എന്നാണ്. ഇച്ചിച്ചി, ചെളിയെ കാട്ടിയിട്ട് ഇച്ചിച്ചി എന്ന് പറയുമ്പോൾ അന്ന് ആരംഭിക്കുന്നു പരിസ്ഥിതി വിരുദ്ധമായിട്ട് മണ്ണും ജലവും ചേർന്നിരിക്കുന്ന വിശുദ്ധ വസ്തുവിനെ വൃത്തികെട്ട വസ്തുവായിട്ട് അവന്റെ ഉള്ളിൽ രൂഢമൂലമായ ധാരണയുണ്ടാക്കിയിരിക്കുന്നു. അത്തരത്തിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു സയൻസായിട്ട് മാത്രം കണ്ടാ പോരാ. പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക പ്രവർത്തനമായിട്ടും, അതൊരു സാംസ്കാരിക പ്രവർത്തനമായിട്ടും, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടും, അതൊരു ശാസ്ത്ര വികാസ പ്രവർത്തനമായിട്ടും സമഞ്ജസമായി കൂട്ടിയോജിപ്പിച്ച് ലോകത്തിലെ ഒരു നല്ല പങ്ക് ജനതയെങ്കിലും കൂടെ നിന്നില്ലെങ്കിൽ മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി സൗരമണ്ഡല പെരുവഴിയിലൂടെ സന്താനപാപത്തിൻ വിഴുപ്പുമായി പോകുമിപ്പോക്കിൽ സിരകളിലൂടരിച്ചേറുകയല്ലീ കരാള മൃത്യു. ഈ ഭൂമി മരിച്ചിട്ടില്ല, അതെഴുതിയ കവി മരിച്ചു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. അത് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത യഥാർത്ഥത്തിൽ ജീവന്റെ ഉദ്ഘോഷണ ഗീതമാണെന്ന് തിരിച്ചറിയുക. മരണമില്ലാതിരിക്കുവാൻ വേണ്ടി എഴുതിയതാണത്. കാരണം ഭൂമി മരിച്ചാൽ ഇവിടെ അവശേഷിക്കല്ല ആരും, ഈ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. പന്തിരുകുലം പറ്റ പറയിക്കുമമ്മ നീ, എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നീ നൊന്തുപെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാല കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നോ. ഈ പ്രകൃതി ഇവിടെ പറഞ്ഞല്ലോ, പ്രപഞ്ചം എന്നൊരു വാക്ക്. എന്താണ് ഈ പ്രപഞ്ചം? എന്താണ് പ്രകൃതി? ഈ ലോകത്തെ തിരിച്ചറിഞ്ഞത് മനുഷ്യൻ. അതിനു മുമ്പ്, മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിക്ക് ഭൂമി എന്ന് പേരില്ല, ആകാശത്തിന് ആകാശം എന്ന് പേരില്ല, ഒന്നിനും പേരില്ല. കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണ്. ആ വിവരം ഇതുവരെ ഒരു സിംഹവും അറിയില്ല. അതറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയും, സഞ്ചരിക്കാൻ എസ്കോർട്ട് കാറ് വേണമെന്ന് പറയും. അതിന്റെ പേരിൽ നമ്മൾ കസേര ഉണ്ടാക്കിയിട്ട് സിംഹാസനം എന്ന് പറയും. അതിനൊരു കസേര പോയിട്ട് ഒരു ഇരിക്കാൻ ഒരു തടുക്ക് പോലുമില്ല. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നിശ്ചയിച്ചതും സിംഹത്തിനും എല്ലാ
പക്ഷിമൃഗാദികൾക്കും ജന്തുജാലങ്ങൾക്കും പേര് കൊടുത്തത് നമ്മളാണ്, മനുഷ്യരാണ്. നമ്മുടെ ഉള്ളിൽ ഈ ചുറ്റുവട്ടമുള്ള ലോകത്തെ തിരിച്ചറിയുവാനാണ് ബോധമണ്ഡലമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യരിവിടെ വന്നത് അതുവരെ മൃഗങ്ങൾ ചെയ്തതുപോലെ ഉണ്ണാനും ഉറങ്ങാനും ഉണ്ണിയുണ്ടാക്കാനും വിസർജിക്കാനും മാത്രമല്ല. ഈ പ്രപഞ്ചത്തിന്റെ പാരസ്പര്യ ബന്ധം എങ്ങനെയാണ്? കാലബോധത്തിൽ നിന്നാണ് ഉണ്ടായതാണ് എന്ന ചിന്തയുണ്ടായത്. ഉണ്ടായതാണ്, സംഭവിച്ചതല്ല, ഉണ്ടായതാണ്. അപ്പൊ ഉണ്ടാക്കിയവനാര്? ഹിബ്രു ഭാഷയിൽ കാരണഭൂതനാര്? കാരണഭൂതൻ എന്നാണ് യഹോവ എന്നതിന്റെ മലയാളം. കാരണഭൂതൻ, ബ്രഹ്മം സൃഷ്ടിച്ചവൻ. ഭാരതത്തിൽ ബ്രഹ്മാവ് എന്ന് പേര് വന്നു. ദൈവബോധം ഈ കാലബോധത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോഴാണ് ഇത് ഉണ്ടാക്കിയത്. ആദ്യം ഉണ്ടാക്കിയത് എന്താ? ആദ്യം എന്നതിന് സംസ്കൃതത്തിൽ പ്ര എന്ന് പറയും. പ്രൈമറി, പ്രധാനം, പ്രഥമം. ഫസ്റ്റ് എന്നാണ് അർത്ഥം. ആദ്യം ഉണ്ടാക്കിയത് കൃതി, ആദ്യം ഉണ്ടാക്കിയത് പ്രകൃതി. പിടികിട്ടിയോ? പ്രകൃതി എന്താ? 5 ഭാവങ്ങളിലാണ്. 5 ഭാവം ഏതാ? പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. പദാർത്ഥം പൃഥ്വി, പദാർത്ഥം. ഖരം, ഭൂമിയും ഒക്കെ ഖരം ആണ്. ഭൂമി പൃഥ്വിയാണ്. അഗ്നി, വായു, അപ്പ്, വെള്ളം. പിന്നെ ഇതൊക്കെ നിൽക്കാൻ ഒരു ഇടം വേണ്ടേ? അതാണ് സ്പേസ്, ആകാശം. 5 ആദ്യമുണ്ടായി. ആദ്യം ഉണ്ടായ 5 പഞ്ചം. ആദ്യം ഉണ്ടായ 5 പ്രപഞ്ചം. പിടികിട്ടിയോ? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ആദ്യമുണ്ടായ 5. ഇത് പരസ്പരം ചേരാൻ ഒരു നിയമമുണ്ട്. ആ നിയമം ഉണ്ടാക്കിയവനെയാണ് തമ്പുരാൻ, ദൈവം എന്ന് പറയുന്നത്. ഇത് പരസ്പരം ചേരാൻ കുട്ടികൾ അറിയുമോ? നിങ്ങൾ ഒരു ദിവസം അകത്തേക്ക് ശ്വസിക്കുന്ന വായു എത്രയാണെന്ന്? ഒരു ദിവസം മിനിമം 300 ലിറ്റർ ഓക്സിജൻ നിങ്ങൾ ശ്വസിക്കും. 300 ലിറ്റർ. നമ്മൾ ഈ ശ്വാസകോശ രോഗമുള്ളവർക്ക് വീട്ടിൽ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവെക്കുന്നില്ലേ? ആ ഓക്സിജൻ സിലിണ്ടർ ഒരു ദിവസം ഫില്ല് ചെയ്യാൻ 1 ലിറ്ററിന് 500 രൂപ കൊടുക്കണം. അങ്ങനെ ദിവസം നിങ്ങൾ 300 ലിറ്റർ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ 365 ദിവസം ഗുണിക്കണം 75 വർഷം വരെ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ 47 കോടി രൂപയുടെ ഓക്സിജൻ 1 നയാ പൈസ കൊടുക്കാതെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ശ്വസിക്കുന്നുണ്ടല്ലേ? എന്നിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ തിരിച്ചു കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ അങ്ങനെ തന്നെ നിന്നിരുന്നുവെങ്കിൽ എന്താണ്? നിങ്ങളുടെ വീടുകളിൽ ഇതിൻ്റെ ശാസ്ത്രമറിയാത്ത വീടുകളാണ് നമ്മുടെ വീടുകളിൽ രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദനമല്ലേ? ഓക്സിജൻ വലിച്ചു കയറ്റുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ചില ആളുകൾ ജനറേറ്ററിന്റെ ശബ്ദത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. വലിയ കൂർക്കം വലിയ ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്തിട്ട് ഓക്സിജനെ വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ പണ്ടത്തെ ആളുകൾ രാവിലെ ഉണർന്നാൽ ഓക്സിജനെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി മുന്നിലത്തെ വാതിൽ തുറക്കുമായിരുന്നു. പ്രകൃതിയോട് വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് പറയും. ഇപ്പോഴകത്ത് തന്നെ ഇരുന്ന് എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ വാതിൽ തുറന്ന് ടപ്പേന്നപ്പ തന്നെ പൊട്ടുന്നു. അവിടെ തുടങ്ങി പ്രകൃതി വിരുദ്ധ, ആവാസ വിരുദ്ധ പ്രക്രിയ. അടഞ്ഞ വാതിലുകളാണ് മിക്ക വീടിനുമുള്ളത്. തുറന്നു വെക്കുന്നില്ല. എന്നിട്ട് അവിടെ എയർ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള രാസവസ്തു അടിക്കുന്ന വിഡ്ഢികളായി മാറുന്നു. നമ്മൾ പ്രകൃതി തരുന്ന ഈ ഓക്സിജൻ ഫ്രീ ആണ്. ഈ സസ്യലതാദികൾ ഈ നമ്മൾ കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവൻ വലിച്ചെടുത്തിട്ട് ഓക്സിജനായി 47 കോടി രൂപയുടെ ഓക്സിജൻ എല്ലാവർക്കും ഈ പ്രകൃതി തന്നിട്ട് നിങ്ങൾക്ക് അതിൽ 1 കോടി രൂപയുടെ പ്രത്യുപകാരമെങ്കിലും ചെയ്യണ്ടേ? അതിനു പകരം നിങ്ങൾ അതിൻ്റെ മേലെ ശവക്കോടി പുതപ്പിക്കാൻ പാടുണ്ടോ? 1 കോടി അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ആ ഭൂമിക്ക് മേലെ കോടി പുതപ്പിക്കാൻ പാടുണ്ടോ? ഈ പ്രകൃതി, അതിൻ്റെ സംവിധാനം, ആവാസ വ്യവസ്ഥ അത്ഭുതമാണ്. പുറത്തൊന്നും നോക്കണ്ട, നമ്മളെ നോക്കൂ.
നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തെ ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടാണോ? അല്ലല്ലോ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം തലച്ചോറാണ്. ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയൊട്ടിയാക്കി വെച്ചിരിക്കുന്ന ആ തമ്പുരാന്റെ ഈ പ്രകൃതിയുടെ അത്ഭുതം നോക്കൂ. ഏറ്റവും ഉറപ്പുള്ള എല്ല്. അപ്രധാനമായ അവയവം ഏതാ? എല്ലില്ലാതെ വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന വയറാണ്. ഇതിലെ ചോറാണോ പ്രധാനമെന്ന് നോക്കിയിട്ടാണല്ലോ മനുഷ്യനാണോ മൃഗമാണോ എന്ന് തീരുമാനിക്കുന്നത്. അതുമാത്രമാണോ? നമ്മുടെ ശരീര സംവിധാനത്തെ ഒറ്റ ഒരു ഉദാഹരണമായിട്ടെടുത്താൽ, ചോറ് വെന്തോ നോക്കാൻ മുഴുവൻ വറ്റും പിടിച്ചു നോക്കണ്ട എന്നൊരു ന്യായമുണ്ട് സംസ്കൃതത്തിൽ, സ്ഥാലീപുലാക ന്യായം. 1 2 വറ്റ് പിടിച്ചു നോക്കി നമ്മളെ നോക്കിയാൽ മതി, ഈ പ്രകൃതിയുടെ അത്ഭുതം കാണാം. ഈ ചുറ്റുവട്ടമുള്ള പ്രകാശത്തെ നമ്മുടെ മനസ്സിലേക്ക് വലിച്ചെടുക്കുന്ന വസ്തുവാണല്ലോ കണ്ണ്. ആ കണ്ണ് എല്ലുകൊണ്ടുണ്ടാക്കിയിരുന്നുവെങ്കിൽ ഒരു പ്രകാശവും ഉള്ളിൽ പ്രവേശിക്കില്ലായിരുന്നു. അത്രയും നേർത്ത സ്ഥലങ്ങൾ, കോശങ്ങൾ കൊണ്ടാണ് കണ്ണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊടി തട്ടിയാൽ പോലും അതിന് മുറിവേൽക്കും. അതുകൊണ്ടാണ് എത്ര ശ്രദ്ധയോടെ നെറ്റിയുടെ എല്ലുയർത്തി, കവിളിലുയർത്തി, മധ്യത്തിൽ 2 കുഴി വെച്ച് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് തന്ന ആ ഒരു ഔചിത്യബോധത്തെ നമിക്കണ്ടേ? ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വന്നാൽ കൈകൊണ്ട് തടയാൻ നേരമില്ലാത്തത് കൊണ്ട് അതിന് ഓട്ടോമാറ്റിക് ഷട്ടറായിട്ട് കൺപോള പിടിപ്പിച്ചു തന്നില്ലേ? ഏതെങ്കിലും എഞ്ചിനീയർ ആണോ ഇത് സംവിധാനം ചെയ്തത്? ആ മഹാ എഞ്ചിനീയർ ആ കണ്ണിലേക്ക് മേലെ നിന്ന് പൊടി വീഴാതിരിക്കാൻ വേണ്ടി 2 കണ്ണിന്റെയും മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ? കൺപുരികം. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ലെന്ന് കുട്ടികൾ അറിയുക. അത് പൊടി താഴോട്ട് വരാതിരിക്കാനാണ്. അഥവാ പൊടി വല്ലതും കണ്ണിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ പൈപ്പിന്റെ ചുവട്ടിൽ പോയിട്ട് കണ്ണിൽ വെള്ളമടിച്ച് കഴുകാൻ കാത്തു നിൽക്കാതെ തന്നെ ഒരു കാറിന്റെ ഗ്ലാസിന്റെ മേലെ കാക്ക കാട്ടിച്ച അപ്പ തന്നെ വൈപ്പർ വലിച്ചിട്ട് കഴുകുന്ന സംവിധാനമില്ലേ? ആ സംവിധാനം ആദ്യം തുടങ്ങിയത് ഈ പ്രകൃതിയല്ലേ? ഉടൻ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചിട്ട് ആ പൊടി ഒഴുക്കി കളയുന്നില്ലേ? നമ്മൾ ആവശ്യപ്പെട്ടിട്ടോ വൈപ്പർ വലിച്ചിട്ടല്ലല്ലോ കണ്ണുനീര് വരുന്നത്. ആ കണ്ണിന് താഴെ വായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചതെന്താ? കഴിക്കുന്ന ഭക്ഷണം കെട്ടതാണോ നാറുന്നതാണോ എന്ന് ഇവിടെ എത്തുമ്പോ തന്നെ മണക്കണം. ഘ്രാണശക്തിക്ക് വേണ്ടിയാ ഇവിടെ മൂക്ക് പിന്നിലായിരുന്നു. ആരോട് പരാതി പറയാനാ? ഇവിടെ തന്നെ വച്ച് തന്നില്ലേ? മൂക്ക് പിന്നിലായിരുന്നു എല്ലാവർക്കും എന്ന് വിചാരിക്കുക. അത് സഹിച്ചോളുകയല്ലാതെ വേറെ മാർഗം നമുക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തി മാറ്റി ഫിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ചോറ് വാരിയിട്ട് ഇവിടെ കൊണ്ടുപോയി വന്നിട്ടാണോ വയലേക്ക് കൊണ്ടുപോവുക? ഈ സംവിധാനം എന്തൊരു അത്ഭുതമാണ്. ചെവി കുടയില്ലേ, അത് ചുളുക്കി മടക്കി വെച്ചതിന്റെ അത്ഭുതം എന്താ? അത് പപ്പടം കാച്ചും പോലെ ചുളുങ്ങിപ്പോയതല്ല, അത് ബോധപൂർവം ചുളുക്കി മടക്കി വെച്ചതാണ്. വിവിധ ദിശകളിൽ നിന്ന് വരുന്ന ശബ്ദതരങ്ങളെ തട്ടിത്തടഞ്ഞ് ഈ കർണപടത്തിലേക്ക് എത്തിക്കുവാനുള്ള എഞ്ചിനീയറിംഗ് സംവിധാനമാണിത്. ഇത് മൈസൂർ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് കാണാം. മൈസൂർ കൊട്ടാരത്തിലെ ദർബാർ ഹാളിൽ പോയാൽ എപ്പോഴും അവിടെ ഫാൻ ഇല്ലാതെ കാറ്റടിക്കും. ആ കൊട്ടാരത്തിന്റെ ഏത് ഭാഗത്ത് കാറ്റ് വന്ന് തട്ടിയാലും ആ കാറ്റിനെ ദർബാർ ഹാളിൽ എത്തിക്കുവാനുള്ള എഞ്ചിനീയറിംഗ് ആണത്. അതുപോലെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ശബ്ദതരംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തട്ടിത്തടഞ്ഞിട്ട് ഈ ചെവിക്കുഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള എഞ്ചിനീയറിംഗിന്റെ അത്ഭുതം നിങ്ങൾ നോക്കൂ മക്കളെ. ഈ പ്രകൃതി എന്തൊരത്ഭുതമാണ്. ആ അത്ഭുതത്തെ പൂർണ്ണമായി ഇടിച്ചു നിരത്തി കോൺക്രീറ്റ് ആക്കിയാൽ പ്രശ്നം തീരുമെന്ന് ധരിച്ചിട്ടുള്ള വികസന സങ്കല്പങ്ങളാണ് ആദ്യം തിരുത്തേണ്ടത്. നമ്മുടെ വികസന സങ്കല്പങ്ങൾ തിരുത്തണം. ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പഞ്ചായത്ത് മെമ്പറുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താ? ആ നാട്ടിൽ ചെളിയില്ലാത്ത എല്ലാ റോഡുകളും കോൺക്രീറ്റ് ആക്കിയിട്ട് ഒരുപാട് കടകൾ, ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരു നാട് എന്ന തലതിരിഞ്ഞ സങ്കല്പത്തിലല്ലേ നമ്മൾ ഇപ്പോഴും ഉള്ളത്? ഒരുപാട് വാഹനങ്ങളും ഒരുപാട് കടകളും
നടന്നു പോകുന്ന മനുഷ്യരെ കാണാനില്ല. ഉണ്ടോ? നടന്നു പോകുന്ന മനുഷ്യരെ കാണാനില്ല. തുറന്ന വാതിലുകൾ കാണാനില്ല. എന്തിനാണ് എ പ്ലസ് വാങ്ങുന്നത്? എന്തിനാ? പാലാ ബ്രില്യൻസിൽ അഡ്മിഷൻ നേടാനല്ലേ? 5-ാം തീയതി അവിടെ എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ബ്രില്യൻസിലെ അധ്യാപകർക്കൊരു ക്ലാസ് ഉണ്ട്. അവിടുന്ന് റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ, എന്നിട്ട് പ്രൊഫഷണൽ കോഴ്സിൽ ചേരാൻ. എന്നിട്ടോ പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്നിട്ട് പ്ലേസ്മെന്റ് കിട്ടി, എന്നിട്ട് ജോലി കിട്ടി, ശമ്പളം വാങ്ങിയിട്ട് കൊട്ടാരം പോലുള്ളൊരു വീടെടുക്കണം. ഈ കേരളത്തിലെ 3.5 കോടി മനുഷ്യർക്ക് നിങ്ങൾ അറിയുമോ 9 കോടി ബെഡ്റൂം ഉണ്ട്. 3.5 കോടി മനുഷ്യർക്ക് ഒരേ സമയത്ത് 3 റൂമിൽ കിടന്നുറങ്ങേണ്ട ബെഡ്റൂം ഇപ്പം കേരളത്തിലുണ്ട്. ആലോചിച്ച് നോക്കൂ. അവന്റെ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ട്, എൻ്റെ വീട്ടിൽ 5 ബെഡ്റൂം വേണം. എന്തിന്? ഒരാൾക്ക് ഒരു കട്ടിലല്ലാതെ 2 കട്ടിൽ ഒരേ സമയത്ത് കിടക്കാൻ പറ്റില്ലല്ലോ. കൊട്ടാരം പോലെ വീടെടുക്കും, എന്നിട്ട് ആനക്ക് പോലും കടക്കാൻ പറ്റാത്ത ഒരു മതിൽ കെട്ടും. ഫിൻലാൻഡ് ആണല്ലോ ലോകത്തെ ഏറ്റവും സന്തുഷ്ടരുള്ള രാജ്യം എന്ന് പറയപ്പെടുന്നത്. ആളുകൾ ഹാപ്പിനെസ് ആണ് ഇന്നത്തെ പുതിയ വികസനത്തിന്റെ മാനദണ്ഡം. അവര് തിരുവനന്തപുരത്ത് കാണാൻ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നു ഫിൻലാൻഡിൽ നിന്ന്. പത്രക്കാരറിഞ്ഞിട്ട് അവരോട് പോയി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഈ ഹാപ്പിനെസ് ഉണ്ടാകുന്നതിന്റെ കാരണം? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ കാരണം പറയാം, അതിനിടയിൽ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഇത്രയധികം തീവ്രവാദികളും ഭീകരവാദികളും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പത്രക്കാർ പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങളോട്? ഇവിടെ തീവ്രവാദികളും ഭീകരവാദിയും ഇല്ല, വർഗീയ കലാപങ്ങളും ഒന്നുമില്ലാത്ത നാടാണ്. അപ്പൊ അവര് ചോദിച്ചു, പിന്നെ എന്തിനാ മനുഷ്യരെ നിങ്ങൾ ഈ വലിയ മതിൽ കെട്ടിയിരിക്കുന്ന എല്ലാ വീട്ടിലും? ഭയപ്പാടുള്ളത് കൊണ്ടല്ലേ മതിൽ കെട്ടുന്നത്? ആക്രമണത്തെ ഭയന്നിട്ട് വലിയ മതിൽ കെട്ടുന്നു, അതിൽ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിക്കുന്നു, അതിൽ ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നു. ആര് കാണാൻ? വഴി പോകുന്ന ആളെ കാണാൻ അനുവദിക്കില്ല. മതിൽ കെട്ടി മറച്ചിട്ടുണ്ട്, വീട്ടുകാർ കാണില്ല, വാതിൽ തുറക്കില്ല. അടഞ്ഞ വാതിലിന്റെ അകത്തിരുന്നിട്ട് ഈ ചെടികൾ എന്തിനു പിടിപ്പിക്കുന്നു? മനുഷ്യരിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു പട്ടിയെ വാങ്ങിപ്പോറ്റും. രാത്രി 9:30-10 മണിക്ക് മാത്രം ഗേറ്റ് തുറക്കും. ഈ പട്ടിയെ വിസർജിക്കാൻ, അത് നാട്ടിലെ റോഡിൽ, പൊതു റോഡിൽ വിസർജിക്കാൻ മാത്രം ഗേറ്റ് തുറക്കുന്ന കഴുതകളുടെ നാടായിട്ട് നമ്മുടെ നാട് വളർന്നു വരികയാണ്. ഇതല്ല വികസന സങ്കല്പം. വികസന സങ്കല്പം എന്ന് പറയുന്നത് മഴയും പുഴയും, കാറ്റും മഴയും വെയിലും, പഴുതാരിയും അരണിയും പാമ്പും കീരിയും എല്ലാം ഭൂമിക്ക് അവകാശികളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ സ്ഥലത്ത് പണ്ട് ഭൂമി പൂജ നടത്താറുണ്ട്. ഭൂമി പൂജ നടത്തും. എന്താ? ഒരു 5 സെന്റ് സ്ഥലത്ത് ഞാൻ വീടെടുക്കുമ്പോൾ ആ സ്ഥലത്ത് അതുവരെ താമസിച്ചു വന്നിരുന്ന നമ്മളാണല്ലോ ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങിയത് ആ ഭൂമി. ഈ ആധാരം നമ്മൾ ഉണ്ടാക്കിയതല്ലേ? നമ്മുടെ നിയമപ്രകാരം ഉണ്ടാക്കിയ, നമ്മൾ അച്ചടിച്ചിരിക്കുന്ന സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കിയ നിയമപ്രകാരം സീലി വെച്ചത് കൊണ്ട് നമ്മുടെ ഭൂമിയാണെന്ന് ആരാ പറഞ്ഞത്? അവിടെ താമസിക്കുന്ന പാമ്പുകളെ, പഴുതാരകളെ, തേളുകളെ, അരണകളെ, ഉറുമ്പുകളെ, ഈച്ചകളെ, പാറ്റകളെ 5 സെന്റ് സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു തരണം. നഷ്ടപരിഹാരമായിട്ട് അവിലും മലരും കൽക്കണ്ടവും മുന്തിരിയും കരിമ്പും ശർക്കരയും പഴവും വാങ്ങിയിട്ട് ഈ ഭൂമി ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. ഇതാ ഭൂമി പൂജ. പക്ഷേ വിഡ്ഢികളായ മനുഷ്യരെന്ത് ചെയ്യുന്നറിയോ? വീടിന്റെ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ഈ അവലും മലരും ഒക്കെ ഇവൻ തന്നെ വാങ്ങിക്കൊണ്ട് തിന്നും. അതാ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് പ്രത്യേകമാരായി കൊടുക്കാനെന്നാണ്. തമിഴ് ജനതയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, അറിയാവോ? അവര് താമസിച്ചിരിക്കുന്ന വീടിന്റെ മുന്നിൽ ഉറുമ്പുകൾക്കും ചെതലുകൾക്കും ഡെയിലി ഭക്ഷണം കൊടുക്കും. അരിപ്പൊടി കൊണ്ട് കോലം വരക്കും. ഈ അരിപ്പൊടി ആർക്കുള്ളതാ? ഉറുമ്പുകൾക്കും ചെതലുകൾക്കുള്ളതാണ്. ഈ ഭൂമിയിൽ 20ന്റെ കൂടെ 150 പൂജ്യമിട്ടാൽ എത്ര സംഖ്യ കിട്ടുമോ അത്രയും ഉറുമ്പുകളുണ്ട്. ഉറുമ്പിന്റെ ഗവേഷണം നടത്തിയിട്ടുണ്ട്, അറിയാമോ? ഈ ഭൂമിയിൽ ആകെയുള്ള ഉറുമ്പിന്റെ എണ്ണം, ആ ഉറുമ്പിന്റെ എണ്ണം, തൂക്കം ഭൂമിയിലെ
സസ്തനികളായ ജീവജാലങ്ങളുടെ തൂക്കത്തെക്കാൾ കൂടുതലാണ്. മൊത്തം ഭൂമിയിലെ ഉറുമ്പിന്റെ തൂക്കം ആനയും മനുഷ്യനും അല്ല, പ്രസവിച്ച് ജീവിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളുടെ തൂക്കത്തെക്കാൾ കൂടുതൽ ഉറുമ്പിനും ചെതലിനും തൂക്കമുണ്ടാവുമ്പോൾ മാത്രമേ ഈ ഭൂമിയുടെ ഉർവരത നിലനിൽക്കുകയുള്ളൂ. ആ ഉറുമ്പിന്റെയും ചെതലിന്റെയും എണ്ണം കുറയും തോറും എന്താവും? ആവാസ വ്യവസ്ഥയിൽ വലിയ ആപത്തുണ്ടാകും. നമുക്ക് ശത്രുവല്ലേ ഉറുമ്പ്? ഉറുമ്പില്ലാത്ത ചെതലില്ലാത്തൊരു ലോകം. പായലേ വിട പൂപ്പലേ വിട അപ്പെക്സ് അൾട്ടിമ അല്ലേ? അതാണ് നമ്മുടെ പരസ്യം. പായലും പൂപ്പലുമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾ അറിയുമോ? നമുക്ക് പായലിനെ ഇഷ്ടമല്ല, പൂപ്പലിന് ഇഷ്ടമല്ല. അതൊക്കെ ഈ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന അത്ഭുതമാണ്. മഴ പെയ്യുമ്പോൾ ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്ന മഴത്തുള്ളി, ഓരോ തുള്ളിയും ഓരോ ബോംബാണ്. അത് മേൽമണ്ണിനെ ഇളക്കിയിട്ട് മണ്ണിൽ അലിയിച്ചിട്ട് വെള്ളത്തിൽ ഒഴുക്കിയിട്ട് കടലിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഭൂമിയുടെ ഫലപുഷ്ടത നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മഴത്തുള്ളിയെ നേരിട്ട് ഭൂമിയിൽ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി പ്രകൃതി കൊടുത്തിരിക്കുന്ന ആവരണമാണ് മേലെ ആദ്യം വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ വീഴുന്നു, അവിടുന്ന് തൊട്ടു താഴെ ഇടക്കാടുകളിൽ വീഴുന്നു, അതിന് താഴെ പുല്ലുകളിൽ വീഴുന്നു. എന്നിട്ട് ഒരു കുഞ്ഞിനെ തൊട്ടിൽ കിടക്കുന്നത് പോലെ വെള്ളത്തെ താങ്ങി 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 കൊണ്ടുപോയി മെല്ലെ കിടത്തുന്നൊരു എഞ്ചിനീയറിംഗ് സംവിധാനമാണ് ഈ ഭൂമിയുടെ സസ്യാവരണം. ആ പുല്ലാണ് അതിൽ പ്രധാനം. പക്ഷെ പുല്ലെന്താ? വികസനത്തിന്റെ മാനദണ്ഡം പുല്ലുചത്തലാണെന്ന് നമ്മളോട് ആരാ പറഞ്ഞത്? പ്രകൃതിദത്തമായ പുല്ലുകളെല്ലാം ചെത്തിക്കോരി വൃത്തിയാക്കിയിട്ട് അവിടെ പണം കൊടുത്തിട്ട് ലോണ് വാങ്ങിയിട്ട് ലോണ് പിടിപ്പിക്കുന്ന വിഡ്ഢികളായി മനുഷ്യൻ മാറുന്നു അല്ലേ? നമുക്ക് നമ്മൾ പിടിപ്പിച്ച പുല്ലേ ഇഷ്ടമുള്ളൂ, പ്രകൃതിയുടെ പുല്ല് ഇഷ്ടമല്ല. അങ്ങനെ വന്നപ്പോ പശുക്കൾക്ക് മേയാൻ പറ്റുന്ന പുല്ലുകളെല്ലാം മനുഷ്യർ ചെത്തിക്കോരി കളയുന്നത് കൊണ്ട് പ്രകൃതി പറഞ്ഞു, എന്നാ പറിച്ചാൽ പോകാത്തൊരു പുല്ല് ഞാനായിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മഞ്ഞ പുഷ്പമുള്ള വേരുകൾ പടർന്ന് എത്ര പൊരിച്ചു മാറ്റിയാലും ഒരു ചെടിയുണ്ട്. ആ ചെടിയാണ് ഇപ്പൊ കേരളത്തിലെ എല്ലാ വയലുകളിലും പടർന്നു പിടിച്ചിരിക്കുന്നത്. ഒരു വിധത്തിൽ അതിനെ ഒഴിവാക്കാനാവില്ല. നീ ചെത്തിക്കോരുന്നത് കാണണം എന്ന് വെല്ലുവിളിക്കുമ്പോ പ്രകൃതി നമ്മളോട് തിരിച്ചടിക്കുകയാണത്. സകല സസ്യങ്ങളും സകല വിളവുകളും ഇല്ലാതാക്കിക്കൊണ്ട് മണ്ണിനെ പൊതിഞ്ഞു വെക്കുകയാണ്. ആ പച്ച നിറമുള്ള മഞ്ഞ പുഷ്പമുള്ള ഒരു ചെടി, അത് നമ്മുടെ എൻ്റെ നാട്ടിൽ പറയുന്ന പുല്ലിന്റെ പേര് കടച്ചിപ്പുല്ലെന്ന എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾക്ക് മേയാൻ പറ്റിയ പുല്ല്. അതിനെ മുഴുവൻ ചെത്തിക്കോരി കളഞ്ഞതിന്റെ തിരിച്ചടിയാണത്. നമ്മൾ ഈ പ്രകൃതിയുടെ മേലെ നടത്തുന്ന ഓരോ ചെറിയ അറ്റാക്കിനും തുല്യവും വിപരീതവുമായ തിരിച്ച് പ്രതികരിക്കും ഭൂമി. അല്ലാതെ സർവം സഹയായിട്ട് ഭൂമി നിൽക്കുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളെല്ലാം സിമന്റ് കോൺക്രീറ്റ് കാടുകളാക്കി മാറ്റിയതിന്റെ ദുരന്തമല്ലേ? ആകാശത്തുനിന്ന് പാല് ചുരത്തുന്നത് പോലെ അല്പാൽപമായി ചുരത്തിയിരുന്ന മഴ ഇപ്പൊ മാറിയല്ലോ. മഴ അങ്ങനെയല്ലേ? അല്പാൽപമായി ചുരത്തിയിരുന്ന മേഘങ്ങളിൽ തണുപ്പടിച്ചിട്ട് മെല്ലെ മെല്ലെയായി പെയ്തിരുന്ന മഴയ്ക്ക് പകരം ഈ ഈ അകിടപ്പാടടർന്നു വീഴുന്ന അവസ്ഥ. ഏതോ ഒരു സിനിമയിലുണ്ട്, രണ്ട് നടന്മാർ സലീം കുമാറും ദിലീപും കൂടി ഒരു പശുവിന്റെ കോലം തലയിൽ വെച്ചിട്ട്, തെങ്കാശിപ്പട്ടണം തോന്നുന്നു അല്ലേ, പശുവിന്റെ കോലം തലയിൽ വെച്ചിട്ട് കാമുകിയെ കാണാൻ പോകുമ്പോ ആളുകൾ അടികൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ആലയിൽ കയറി നിന്നു. അതപ്പോ ഇത് യഥാർത്ഥ പശുവാണെന്ന് കരുതിയിട്ട് മച്ചാൻ വർഗീസ് രാവിലെ തന്നെ പശു കറക്കാൻ വേണ്ടിയിട്ട് പാത്രവും എടുത്തിട്ട് വെള്ളം തീർത്തിട്ട് അകിട് കാണുന്നില്ല, ഇത് കോലമാണെന്ന് അറിയില്ലല്ലോ അയാൾക്ക്. അപ്പൊ ഉടൻ തന്നെ സലീം കുമാർ എന്ത് ചെയ്തു? കയ്യിലെ ഗ്ലൗസ് ഊതി പൊക്കി ഇതാക്കിയിട്ട് ബലൂണ് പോലെയാക്കി കെട്ടിയിട്ട് അകിടായിട്ടങ്ങ് താഴ്ത്തി കൊടുത്തു. ഇത് പിടിച്ചു വലിച്ചിട്ടൊന്നും പാല് കിട്ടാതിരുന്നപ്പോ ശക്തിയിൽ വലിച്ചപ്പോ അകിട് ഒന്നിച്ചടർന്ന് വീണപ്പോ മലർന്ന് ബോധം കെട്ട് വീഴുന്ന മച്ചാൻ വർഗീസിന്റെ ഒരു ചിത്രം, ഒരു നല്ല രസമുള്ള രംഗമുണ്ട് സിനിമയിൽ.
നമ്മുടെ മേഘങ്ങൾ സ്ഫോടനാത്മകമായിട്ട് താഴോട്ട് വരുന്നതിന്റെ പേരിൽ അല്പാൽപമായി ചുരത്തിക്കൊണ്ടിരിക്കുന്ന പാലിന് പകരം അകിടൊന്നിച്ച് വീഴുന്ന മട്ടിൽ മേഘസ്ഫോടന മഴയും അതിന്റെ ഫലമായിട്ടുള്ള ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വ്യാപകമാകുന്നു. എങ്ങനെ? ആകാശത്തിനെ താങ്ങി നിർത്താൻ വകുപ്പില്ലല്ലോ. ഈ മേഘങ്ങൾ കൂടുതൽ ചൂട് കൂടുമ്പോൾ, ആഗോളതാപനം ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ കൂടുതൽ മഴയുണ്ടാകുമെന്ന് യാതൊരു തർക്കവുമില്ല. കാരണം ഈ ചൂട് കൂടുമ്പോൾ ബാഷ്പീകരണം കൂടുമല്ലോ. ഈ ബാഷ്പീകരണം കൂട്ടിയാൽ ആകാശത്ത് ഇത് സ്റ്റോക്ക് വെക്കാൻ സംവിധാനമില്ല. അങ്ങോട്ട് പോയതെല്ലാം അതേപോലെ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരാൻ അല്പാൽപ്പം വരാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഒന്നിച്ചു പോരുന്നു. അതിന്റെ ദുരന്തങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നു. അതിന്റെ പേരിൽ ഈ മണ്ണിന്റെ മേലെയുള്ളതെല്ലാം ഒഴുകി കടലിലേക്ക് പോകുന്നു. കടലിലേക്കോ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ വലിച്ചെറിയുന്ന വസ്തുക്കൾ ഈ കടലിന്റെ മാലിന്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളൊരു കൃഷിയിടത്തിൽ വിത്ത് വിതയ്ക്കണം, അതിൽ വളവിടണം, എന്തൊക്കെ ചെയ്യണം, ഒന്നും ചെയ്യാതെ കോടാനുകോടി ടൺ കണക്കിന് ഭക്ഷണം തരുന്നില്ലേ? ഒരു കൃഷിയും ചെയ്യാതെ ഈ കടല് നമുക്ക് ഇല്ലേ? കടല് നമുക്ക് ഭക്ഷണം തരുന്നില്ലേ? എത്ര കോടി ടൺ മത്സ്യമാണ് നമ്മൾ പിടിക്കുന്നത്? ഒരു കൃഷിയും ഇല്ലല്ലോ. ബോട്ടും കൊണ്ട് പോവുക, കോരിയെടുക്കുക, ഫ്രീ അല്ലേ? ആ കടലിനെ, ആ മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്ന ഭീകരന്മാരായിട്ട് നമ്മൾ മാറുന്നു. സകല അഴുക്കുചാലുകളും എവിടേക്കാ തുറന്നു വെച്ചിരിക്കുന്നത്? കോട്ടയം പട്ടണത്തിലെ അഴുക്കുചാലുകളെല്ലാം എങ്ങോട്ടാ പോകുന്നത്? അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടോ? അത് മുഴുവൻ ഒഴുകിയിട്ടേക്ക് പോകുന്നു. കുറ്റിപ്പുറത്ത് പാലം കെട്ടിയപ്പോൾ ഇടശ്ശേരി കുറ്റിപ്പുറം പാലം എന്നൊരു കവിത എഴുതിയിരുന്നു 19 വർഷം മുമ്പ്. ആ കവിതയുടെ അവസാനത്തെ വരി അമ്പേ പേരാറേ നീ മാറിപ്പോമോ ആകുലയായൊരഴുക്കുചാലായി എന്നാണ്. ഹേ ഭാരതപ്പുഴേ, ഒരാകുലയായ അഴുക്കുചാലായിട്ട് നീ മാറിപ്പോകുമോ? ഗംഗയെയും യമുനയെയും പ്രാർത്ഥിച്ചിരുന്ന നാടാണിത്. നദികളെ ദൈവങ്ങളാക്കിയിരുന്നു അല്ലേ? ഗംഗേജ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പ്രാർത്ഥിച്ചിട്ട് കയ്യിൽ വെള്ളമെടുത്തിട്ട് അത് വീണ്ടും ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് മാത്രമേ തലയിൽ മുക്കി ഒഴിക്കാറുണ്ടുള്ളൂ പഴമക്കാർ. പുഴയെ ദൈവമാക്കിയിരുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ദൈവം ശ്രീരാമനാണ്. ശ്രീരാമൻ ഒരമ്പലത്തിലും പോയിട്ടില്ല, ഒരാളോടും പ്രാർത്ഥിച്ചിട്ടില്ല. രാമൻ പ്രാർത്ഥിച്ചത് 3 ദൈവങ്ങളെയാണ്. ഒന്ന്, വനയാത്രക്കിടയിൽ ഗംഗയെ, ശൃംഗിവേര രാജ്യത്തേക്ക് കടക്കണമെങ്കിൽ ഗംഗ കടക്കണം, ഗംഗയെ പ്രാർത്ഥിച്ചു. പിന്നെ ലങ്കയിലേക്ക് കടക്കുമ്പോ സമുദ്രദേവനെ പ്രാർത്ഥിച്ചു. മൂന്നാമത്തത് രാവണവധത്തിന് മുമ്പ് സൂര്യദേവനെ പ്രാർത്ഥിച്ചു. 3 യഥാർത്ഥ 3 ദൈവങ്ങളെയാണ് രാമൻ പ്രാർത്ഥിച്ചത്. അല്ലാതെ രാമൻ ഒരു അമ്പലത്തിലും പോയിട്ടില്ല. ഈ പുഴകളെ എല്ലാ അഴുക്കുചാലുകളും ഏറ്റുവാങ്ങി പുഴകളെ മാലിന്യങ്ങളാക്കി ആ പുഴകളെല്ലാം എവിടേക്കാ പോകുന്ന? കടലിലേക്കാണ്. നമ്മൾ എറിയുന്ന പ്ലാസ്റ്റിക് കുപ്പിയും നമ്മൾ എറിയുന്ന പ്ലാസ്റ്റിക് സഞ്ചികളെല്ലാം ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമാവുന്നു. ഒരു ഉത്സവ പറമ്പ് ഉത്സവം കഴിയുമ്പോൾ കാണുന്നത് ആയിരക്കണക്കിന് ഐസിന്റെയും ലേസിന്റെയും ബിങ്കോന്റെയും ഓക്കന്റെയും പാക്കറ്റുകളാണ് അല്ലേ? ഈ പാക്കറ്റുകൾ വലിച്ചെറിയാൻ നമ്മളോട് ആരാ പറഞ്ഞത്? വലിച്ചെറിയണമെന്ന്? യൂസ് ആൻഡ് ത്രോ. നമ്മൾ എല്ലാ ചടങ്ങുകളിലും പേപ്പർ ഗ്ലാസുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിച്ചാൽ ആ പ്ലാസ്റ്റിക് ഗ്ലാസിനെ റീസൈക്കിൾ ചെയ്യാം, അത് മണ്ണിലിട്ട് മൂടില്ല. എന്നാൽ ഭീകരമായിരിക്കുന്ന വിഷാംശമുള്ള ഈ പേപ്പർ ഗ്ലാസുകളിൽ ചൂടുള്ള വെള്ളം കുടിച്ചാൽ ആ വെള്ളം കുടിക്കുന്നവന്റെ ഒക്കെ ഉദര രോഗം വരുമെന്ന് നമ്മൾ തിരിച്ചറിയാതെ ആ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ, ഈ പേപ്പർ ഗ്ലാസുകളെല്ലാം മണ്ണിലിട്ട് മൂടുകയാ. അതിനുള്ളിലെ നേർത്ത പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് പൂർണ്ണമായിട്ട് നമ്മൾ ഒരു മണ്ണിലേക്ക് നമ്മൾ മൂക്ക് ചീറ്റിയിട്ടാലോ കാക്കിച്ചു തുപ്പിയാലോ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണങ്ങി അതിനെ മണ്ണിലുള്ള ജീവകണങ്ങൾ മണ്ണിന്റെ ഭാഗമാക്കി മാറ്റും. ആ മാലിന്യം അവിടെ നിൽക്കില്ല. പ്രകൃതിയുടെ ഒരു അത്ഭുതമാണത്. എന്നാൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് കടലാസ് മണ്ണിലെറിഞ്ഞാൽ അതവിടെ കിടക്കും ക്യാൻസറായിട്ട്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടുന്നു. ബിഷപ്പ് തിരുമേനി പറഞ്ഞല്ലോ, US എന്നെ അത്ഭുതപ്പെടുത്തിയത്, ട്രംപിന്റെ വിജയത്തിന് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ട്രംപിന്റെ പ്രകടന പത്രികയിൽ ഈ
സ്ട്രോ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് സ്ട്രോ, അത് നിരോധിച്ചിരുന്നു ഒബാമ അമേരിക്കയിൽ. പ്ലാസ്റ്റിക് സ്ട്രോ നിരോധിച്ചിരുന്നു. ആ നിരോധനം പിൻവലിക്കും, പ്ലാസ്റ്റിക് സ്ട്രോ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോ കച്ചവടക്കാരെല്ലാം ട്രംപിന് വോട്ട് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു ഭീകരതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ പുറത്ത് മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് സ്ട്രോകളായിട്ടാണ്. കാണാൻ ഒരു ചെറിയ സ്ട്രോ ആണ്. എത്ര ആളുകളാണ് ഇതിലൂടെ കുടിക്കുന്നത്? അത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാൻ ധൈര്യം കാണിക്കുക, പ്രകൃതിക്ക് മേലെ അറ്റാക്ക് നടത്തുമെന്ന് ധൈര്യം കാണിക്കുക. കാർബൺ എമിഷൻ ആണല്ലോ ആഗോളതാപനത്തിന് പ്രധാന ഉത്തരവാദി. ഒരു മനുഷ്യൻ, ഒരു കൊല്ലം അമേരിക്കയിൽ ഒരു മനുഷ്യന്റെ സംഭാവന 14 ടൺ കാർബണാണ്. ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിലേക്ക് വിടുന്നത്. നമ്മൾ 3 ടണ്ണാണ് ഇന്ത്യക്കാര്. എന്നിട്ട് ഇന്ത്യക്കാരെ പേടിപ്പിക്കുകയാണ് ട്രംപ്. 14 ടൺ അമേരിക്കയും 13.5 ടൺ കാനഡയും പുറത്തേക്ക് വിടുന്നുണ്ട്. അവരെന്നിട്ട് ലോകത്തെ കയ്യിലടക്കാൻ വേണ്ടിയിട്ട് ഒരു ദ്വീപുണ്ട്, മനോഹരമായ ദ്വീപ്, അതും ഞങ്ങൾക്ക് വേണമെന്ന് പറയാ. എല്ലാ പച്ചയും ഞങ്ങൾക്ക് വേണം, ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറയാ. ഇതിനൊന്ന് ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഏകാധിപത്യത്തിലേക്ക് ലോകം മുന്നോട്ട് പോകുന്നു. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനവും ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ ഒരു മാലിന്യവും ഇല്ല. മാലിന്യങ്ങൾ ഉണ്ടാവുന്നത് സ്ഥലകാല വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ്. ഒരു വസ്തു വെക്കേണ്ട സ്ഥലത്ത് വെക്കേണ്ടതുപോലെ വെച്ചാൽ അത് മാലിന്യമല്ല, സമയം മാറുമ്പോൾ മാലിന്യമാകും. ഇന്ന് വെച്ച ചോറ് നാളെ ആവുമ്പോഴേക്ക് സമയം മാറുമ്പോൾ അത് മാലിന്യമാകുന്നു. നമ്മുടെ തലയിലെ മുടി മാലിന്യമല്ലല്ലോ, ആണോ? തിക്കുറിശി സുകുമാരൻ നായരെ അറിയാവോ? പഴയ മരിച്ചുപോയ സിനിമാ നടൻ. അദ്ദേഹം അഭിനയിക്കുക മാത്രമല്ല, അദ്ദേഹം പാട്ട് എഴുതാറുണ്ട്, നല്ല പാട്ട്. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. കാമുകിയുടെ മുടിയെ വർണ്ണിച്ചുകൊണ്ട് കാമുകൻ പാടുകയാണ്. കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. കാമുകിയുടെ മുടി, അതിന് ഹെയർ ഓയിലൊന്നും ഇല്ലെങ്കിലും നല്ല സുഗന്ധമുണ്ടെന്ന് കാമുകൻ വർണ്ണിച്ചപ്പോ കാമുകിക്ക് വല്ലാത്ത സന്തോഷമായി. ഒരു സ്പെഷ്യലായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. ആ ബിരിയാണി ആവേശത്തോടു കൂടി വാരി കഴിക്കുമ്പോൾ നേരത്തെ വർണ്ണിച്ച ഒരു സാധനം അതിൽ നിന്ന് വലിയ, അതെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്ന് പറയോ? തലയിലെ മുടി തലയിൽ മാത്രമാണ്, സ്ഥാനം മാറിയ മാലിന്യമാണ്. ഞാനിവിടെ എത്തേണ്ടതിന് പകരം ഞാനിവിടെ എത്തിയില്ലെങ്കിൽ ഞാനിവിടെ മാലിന്യമാണ്. ഇവിടെ അല്ലാതെ ഞാൻ നാട്ടിലിരുന്ന ഇവിടെ നോട്ടീസ് പേരും വെച്ച് ഞാനിവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ മാലിന്യമാണ്. 9:30 ക്ലാസ് തുടങ്ങേണ്ട സമയത്ത് 9:30 ക്ലാസ് തുടങ്ങുന്നതിന് പകരം ഹോട്ടലിൽ പോയിട്ട് ഒരു കുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ മാലിന്യമാണ്. ഓരോ വസ്തുവിനും ഒരു ഇടമുണ്ട്, ഒരു കാലമുണ്ട്, ഒരു ദേശമുണ്ട്. ആ ദേശകാല ബന്ധമാണ് പ്ലസ്. ദേശം എക്സ് ആക്സിസും കാലം വൈ ആക്സിസും, ഇതാണ് ഈ പ്ലസ് കേട്ടോ. ഓരോ വസ്തുവിനും ഒരു ദേശബോധമുണ്ട്, ഒരു കാലബോധമുണ്ട്. അപ്പോഴാണ് പ്ലസ് ഉണ്ടാവുന്നത്. അതാണ് ഗ്രാഫ് വരക്കുന്ന എക്സും വൈയും ആണല്ലോ പ്ലസ്. ഈ പ്ലാസ്റ്റിക്കുകൾ, മാലിന്യങ്ങളെല്ലാം വെക്കേണ്ടിടത്ത് വെക്കേണ്ടതുപോലെ വെച്ചാൽ ഒരു മാലിന്യവും ഇല്ല. പക്ഷെ ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ. ആര് പറഞ്ഞു നമ്മളോട്? ഭാരതത്തിലെ ഏറ്റവും വൃത്തികെട്ട സംസ്കാരമാണ് ത്രോ. പാശ്ചാത്യ നാടുകളിൽ ഒരു കൊച്ചുകുട്ടി പോലും ഒരു മിഠായി കടലാസ് കണ്ടാൽ മിഠായി തിന്നാൽ ആ കടലാസുമായിട്ട് നടന്നന്വേഷിച്ചു പോകും അത് ഏത് ബിന്നിലിടണമെന്ന്. നമ്മള് വാഹനങ്ങളിൽ നിന്നെല്ലാം വെള്ളം കുടിച്ച കുപ്പിയൊക്കെ വലിച്ചെറിയുന്നത് കണ്ടിട്ടില്ലേ? ഈ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചതാരാ? ഈ പ്രകൃതി മുഴുവൻ എല്ലാ കാലത്തേക്കുമുള്ള കാലബോധമില്ലാത്ത മനുഷ്യനാണ് പ്രകൃതി വിരുദ്ധനാവുന്നത്. ഉണ്ടാക്കിയവനാണ് എന്നതുപോലെ ഇല്ലാതാക്കാനും അധികാരമുണ്ടല്ലോ. നമ്മൾ ഇല്ലാതാവും. ഇല്ലാതായ പിന്നെയും ഈ ലോകം തുടർന്ന് മുന്നോട്ട് പോകണ്ടേ? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഇത് മുന്നോട്ട് പോകണം. റീസൈക്ലിംഗ് ആണ്. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ ഉർവരത നിലനിൽക്കണം. ആ ഉർവരതയ്ക്ക് വേണ്ടിയിട്ടാണ് പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിച്ചത്.
മാനിന് കസ്തൂരി മണം ചേർത്തത്, ഇരുമീനണക്കായി ഒരു സാഗരം തീർത്തത്, പുഷ്പങ്ങളിൽ പരാഗരേണുക്കൾ ഉണ്ടാക്കിയത്, ഇത് വീണ്ടും വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകണമെന്നതുകൊണ്ടാണ്. നല്ല ഫലങ്ങൾക്ക് നല്ല ഉയരവും ഉറപ്പും ഉണ്ടാക്കിയത് എന്തിനാണ്? നല്ല ഫലമാണല്ലോ മാങ്ങ. ആ മാങ്ങയ്ക്ക് വലിയ മാവുകളിൽ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? താഴെയാണെങ്കിൽ ഇത് മുഴുവൻ പറിച്ചു തിന്നുകളയും, മേലെയാകുമ്പോൾ പഴുത്തിട്ട് പക്ഷിമൃഗാദികൾക്ക് കിട്ടുകയും അതിനകത്തുള്ള അണ്ടി നിലത്ത് വീണിട്ട് വീണ്ടും പ്രക്രിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ വലിയ തെങ്ങിന്റെ തേങ്ങ കുണ്ടക്കാണ്, മൂട്ടിലാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരൊറ്റ തേങ്ങ ബാക്കി വെക്കുവോ? മുഴുവൻ ഇളനീര് പറിച്ചു കുടിക്കില്ലേ? അതിനെ മേലെ കൊണ്ടുപോയി വെച്ചത് പറിക്കണമെങ്കിൽ കുറച്ച് പ്രയാസം വേണം, അത് മൂക്കുന്നത് വരെ കാക്കണം. അത് കാത്തിട്ട് വീണിട്ടെല്ലാം ഒന്നും പറിച്ചിട്ട് അതിന്റെ കാമ്പും അതിന്റെ വെള്ളവും കുടിക്കാൻ പറ്റില്ല. അതിനാണ് അല്ലല്ല ഇതാ ഒരു പുതിയ തേങ്ങ, ഇതെങ്ങനെ എവിടെന്നു വന്നതെന്നറിവിയില്ല, കൈകളിൽ കൗതുകം തിരിച്ചും മറിച്ചുമൻ കൗതുകം കളിവിട്ടു, കണ്ണുകൾ മിഴിച്ചല്ലോ, കനിയായിരുന്നെങ്കിൽ കടിക്കാം, പൂവാണെങ്കിൽ മണക്കാം, ഇതിനോട് ഇന്നെങ്ങനെ പെരുമാറും. അതിൽ ചകരി കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പാറ പോലുള്ള ചിരട്ടയും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യുൽപാദന പ്രക്രിയയ്ക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ആ കരുതലാണത്. ആ കരുതൽ പ്രകൃതിക്കുണ്ടെങ്കിലും ആ കരുതൽ നമുക്കില്ലെങ്കിലോ? നമുക്ക് ഈ പ്രക്രിയ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഈ പ്രക്രിയ ഇനിയും ഒരുപാട് കാലം ഈ ഭൂമി നിലനിൽക്കണ്ടേ? ഇതുണ്ടായി നിലനിൽക്കണം, ഇല്ലാതായി പുതിയതുണ്ടാവണം. ഈ പ്രക്രിയയാണ്. ഈ പ്രക്രിയക്ക് ഭാരതത്തിൽ പണ്ട് 3 ശബ്ദങ്ങളായിരുന്നു പറഞ്ഞത്. ആ ശബ്ദങ്ങൾ ഒത്തുചേർന്നിട്ടതാണ് ഭാരതത്തിലെ വിശ്വാസത്തിന്റെ ഒരു മന്ത്രമില്ലേ, അത് ദൈവവിശ്വാസത്തിന്റെ മന്ത്രമൊന്നും അല്ല. ഞാൻ തൃശ്ശൂര് ഒരു വേദാന്ത സെമിനാറിൽ സദസ്സിലിരിക്കുന്ന കുറേ ആളുകളോട് ചോദിച്ചു, ഓംകാരത്തിന്റെ അർത്ഥം എന്താന്ന്. ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓംകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ്. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി കിട്ടും എന്നാണ്. 3 ശബ്ദങ്ങളാണ്. ഉണ്ടാവുന്നു ആ, നിലനിൽക്കുന്നു ഓ, ഇല്ലാതാവുന്നു അം. ഇത് പ്രകൃതി നിയമമാണ്. ഉണ്ടാവുക, നിലനിൽക്കുക, ആ ഊ അം കൂട്ടി വായിച്ച ഓം, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇത് നിലനിൽക്കണം, നമ്മൾ ഇല്ലാതായി പുതിയത് ഇനിയും ഉണ്ടാവണം, കാലം ഇനിയും ഉരുളും. കാലത്തിന്റെ 2 വിധത്തിലാണ് സഞ്ചാരം, ഒന്ന് ഉരുണ്ടിട്ടും ഒന്ന് തരംഗരൂപത്തിലും. എല്ലാ ചലനങ്ങളിലും ഒന്നിക്കൽ ഉരുണ്ടിട്ടാണ്, അത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മളൊരു ബക്കറ്റിൽ വെള്ളമെടുത്ത് ആകാശത്തേക്ക് ഒഴിക്കൂ. നമ്മൾ ചപ്പാത്തി കുഴച്ചാൽ അതിന് ഉരുട്ടാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും കൃത്യം ഗോളാകൃതിയിൽ ഉരുട്ടാൻ ഒരാൾക്കും കഴിയില്ല. ഏതെങ്കിലും ഒരു ഭാഗം മുട്ട പോലെ നീണ്ടു നിൽക്കും. എന്നാൽ ആകാശത്തെ ഗോളം നോക്കൂ, ഒരത്ഭുതമല്ലേ? ഓരോ തുള്ളിയും ഒരു ഭാഗം പോലും നീളാതെ കൃത്യം ഗോളമാകുന്നു. അത് പ്രകൃതിയുടെ തനത് നിയമമാണ്. ഗോളം ഉരുണ്ടിട്ടാണെല്ലാം. ആരാണിത് ഉരുട്ടി വിട്ടവൻ? മനസ്സിലായത്? ആ ഉരുൾച്ചയാണ് ഒരു നിയമം. രണ്ടാമത്തത് ജലത്തിന്റെയും ശബ്ദത്തിന്റെയും സഞ്ചാരം, തരംഗമാണ്. എന്താ ഇത് രണ്ടിന്റെയും പ്രക്രിയയുടെ പ്രത്യേകത? തുടങ്ങിയെടുത്തെത്തുന്നതാണ് വട്ടത്തിന്റെ പ്രത്യേകത, വീണ്ടും വരുന്നു. തരംഗത്തിന്റെ പ്രത്യേകത മേലോട്ട് പോയതുപോലെ താഴോട്ടും പിന്നെയും മേലോട്ടും എന്നാണ്. എന്ന് പറഞ്ഞാൽ ആവർത്തന പ്രക്രിയയാണ് പ്രപഞ്ചത്തിന്റെ തനതുഭാവം. പ്രപഞ്ചത്തിന്റെ തനതുഭാവം എന്താണ്? ആവർത്തന പ്രക്രിയയാണ്. വീണ്ടും അവിടത്തേക്ക് വരികയും വീണ്ടും ഉയരുകയും ചെയ്യുന്നു. ഈ ആവർത്തന ചക്രത്തെ കോടാനുകോടി വർഷമായിട്ട് ദിനോസറുകൾ മുതൽ എല്ലാ ജീവജാലങ്ങളും ഈ ആവർത്തന ചക്രത്തിൽ ഒരിടപെടലും നടത്തിയിട്ടില്ല. എന്നാ വിവരമുള്ള മനുഷ്യൻ വന്നതിന് ശേഷമാണ് ഈ ആവർത്തന ചക്രത്തിൽ കയറി ഇടപെട്ടത്. ആ ഇടപെടുന്ന വിഷയമാണ് പരിസ്ഥിതി വിരുദ്ധമായ സമീപനങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമാണ്, പ്രപഞ്ച വിരുദ്ധമാണ്, ആധ്യാത്മിക വിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്. പരിസ്ഥിതി വിരുദ്ധമായിരിക്കുന്ന ഓരോ ചലനവും ദൈവവിരുദ്ധമാണെന്ന ബോധ്യം ഈ ലോകത്ത് ആസ്തികന്മാരാണ് മഹാഭൂരിപക്ഷം, ദൈവവിശ്വാസികളാണ്. ആ ദൈവവിശ്വാസികളോട് കാലബോധത്തിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രകൃതിബോധത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ
ഈ പ്രകൃതി, നമ്മുടെ കേരളത്തിലൊക്കെ പ്രകൃതിയായിരുന്നു ദൈവം, പ്രകൃതിയായിരുന്നു. ഭാരതത്തിലെ ആദ്യത്തെ ദൈവങ്ങളൊന്നും തന്നെ ഈ തലയും കാലും ഒക്കെ ഉടലൊന്നുമുള്ള ദൈവമായിരുന്നില്ല, പ്രകൃതിയായിരുന്നു. സൂര്യൻ ദൈവമായിരുന്നു. ആദ്യത്തെ പ്രാർത്ഥന ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ പ്രാർത്ഥന ഹിന്ദു മതത്തിന്റെ പ്രാർത്ഥനയല്ല. കാരണം ഈ പ്രാർത്ഥന ഉണ്ടാവുന്ന കാലത്ത് ഹിന്ദു മതമില്ല, ക്രിസ്തു മതമില്ല, ഇസ്ലാം മതമില്ല. ഭർഗസ് ഊർജത്തിന്റെ പ്രവാഹമായിരിക്കുന്നവനെ സൂര്യ, ധിയോ യോ ന പ്രചോദയാത്, നീ അകത്ത വെളിച്ചമായി തീരൂന്ന. പുറത്ത് വെളിച്ചം തരുന്ന, പുറത്ത് വെളിച്ചം കാണുന്നവരാണ് എല്ലാ പക്ഷിമൃഗാദികളും. പക്ഷെ അവർക്കൊന്നും സ്വയം തിരിച്ചറിവുണ്ടായില്ല, അകത്ത വെളിച്ചം ഉണ്ടായിരുന്നില്ല. നമുക്ക് മാത്രമേ അകത്ത വെളിച്ചം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാറ്റിനും പേരിട്ടത്, നമുക്കും പേരിട്ടത്. പുറത്ത് വെളിച്ചം തരുന്ന ആളെ കൃഷ്ണൻകുട്ടി എന്ന് പറയും, അകത്ത് വെളിച്ചം തരുന്ന ആളെ ശിവൻകുട്ടി എന്ന് പറയും കേരളത്തിൽ. പുറത്ത് വെളിച്ചം തരുന്ന ആള് ഇലക്ട്രിസിറ്റി മന്ത്രിന്റെ പേരെന്താ? കൃഷ്ണൻകുട്ടി എന്നാ. അകത്ത് വെളിച്ചം തരുന്ന മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിന്റെ പേര് ശിവൻകുട്ടി എന്നാ. മനസ്സിലായോ ഈ പുറത്തെ വെളിച്ചോ അകത്തെ വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം? പുറത്തെ വെളിച്ചോ അകത്തെ വെളിച്ചോ തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആ വെളിച്ചത്തിന് നല്ല വെളിച്ചം ഉണ്ടോ എന്നാണ് ആശങ്ക, അല്ലേ? അതാ. പക്ഷെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിരുന്നു, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചാണെന്ന്, അല്ലേ? ആ വെളിച്ചം ഹാലോജൻ ബൾബ് കണ്ടിട്ട് പറഞ്ഞതല്ല, അകത്ത വെളിച്ചമാണ്. ഈ അകത്ത വെളിച്ചത്തിന്റെ വികാസത്തെയാണ് ഭക്തി എന്ന് പറയുക. അറിയാവോ? ഭ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാ. ദൈവം എന്ന വാക്കിനർത്ഥം ഉള്ളിലെ പ്രകാശം തരുന്നവനെന്നാ. ദിവം പ്രകാശം, ദിവാകരൻ സൂര്യൻ, പ്രകാശം കരമാക്കിയിരിക്കുന്നവൻ. ദൈവം പ്രകാശം ഉള്ളിൽ കൊടുക്കുന്നവനാണ് ദൈവം. ഉള്ളിലെ പ്രകാശം തരുന്നവനാണ് ദൈവം. ആ പ്രകാശം തരുന്ന ആ പ്രകാശം ഈ ചരാചരങ്ങളെയെല്ലാം ഒരുപോലെ കാണേണ്ടതാണെന്ന ബോധ്യമുണ്ടാവണ്ടേ? കാലബോധത്തിൽ നിന്നുണ്ടായ 3 ബോധങ്ങളെ പറ്റിയിട്ടൊരു പാട്ടുണ്ട്. ഉപനിഷത്തിലുള്ളൊരു സങ്കല്പമാണ്. നമ്മുടെ വയലാർ രാമവർമ്മ ഒരു പാട്ടാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രകൃതി, ദൈവം, മനുഷ്യൻ, ഈ ട്രയാങ്കിളാണ് ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള ചാലകശക്തി. ഞാനും ദൈവവും മതി, പ്രകൃതി വേണ്ടെന്നും, ഞാനും മനുഷ്യരും മതി, ഞാനും പ്രകൃതിയും മതി, ദൈവം വേണ്ടെന്നുമുള്ള സങ്കല്പം ട്രയാങ്കിൾ അല്ല. ഇത് 3 ഒത്തുചേരണം. ഈ 3 ഭാവങ്ങളെയും ഒത്തുചേർക്കാനുള്ള പരിശ്രമം എല്ലാ മതങ്ങളുടെയും വിശ്വാസികൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ പ്രജ്ഞാപരാധം ഉണ്ടാകുമായിരുന്നില്ല. എന്താ പ്രജ്ഞാപരാധം? അറിവുള്ളവർക്കുണ്ടാകുന്ന അപരാധമാണ് പ്രജ്ഞാപരാധം. ഒരു കടുവ എന്റെ വീട്ടിൽ നിന്ന് 35 കിലോമീറ്റർ പോയാൽ മാനന്തവാടിക്ക് തലപ്പുഴ എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു ശേഖരിക്കാൻ പോകുന്ന രാധ എന്ന സ്ത്രീയെ ഒരു കടുവ പിടിച്ച് കൊന്നു തിന്നുകളഞ്ഞു. പത്രത്തിൽ നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം. അതിന്റെ പേരിൽ അവിടെ ഹർത്താലും കലാപവും മന്ത്രിമാരെ തടയിലും ഒക്കെയായിരുന്നു. ആ കടുവയ്ക്ക് വെണ്ടക്കയും കത്രിക്കയും മത്തങ്ങയും കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. അതിന് പ്രകൃതി നിശ്ചയിച്ചു കൊടുത്തത്, കൂർത്ത പല്ലുകളും കൂർത്ത നഖങ്ങളും കൊടുത്തത് മാംസം മാത്രം തിന്നാനും മാംസം മാത്രം ദഹിക്കാനും അതിന്റെ ശരീരഘടന. അതിന് കാട്ടിലെ മൊയിലിനെയും കാട്ടിലെ മാനിനെയും മാത്രമേ പിടിക്കാൻ പാടുള്ളൂ എന്നുള്ള ധാർമ്മിക ബോധമില്ല. അതിന് മാംസവും രക്തവുമുള്ള ഏതിനെയും പിടിക്കും. അതിന് ഫോറസ്റ്റിന്റെ അതിർത്തി അറിയില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിർത്തിയിൽ ജണ്ട കെട്ടിട്ടുണ്ടോ? വലിയ ജണ്ട കെട്ടും. ജണ്ട എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കെട്ടുന്നത്. നമ്മൾ കൊടി ഉയർത്തുമ്പോൾ പതാക ഗാനം ജണ്ടാവൂഞ്ചാരഹേ ഹമാര. എന്താ ജണ്ട ഉയർത്തിക്കെട്ടുന്ന കൊണ്ടാ അതിന് ജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ടാ ഫോറസ്റ്റിന്റെ അതിർത്തിക്ക് ജണ്ട കെട്ടിയത്. ആ ജണ്ടക്ക് പുറത്തുള്ള സ്ഥലം നാടാണെന്നും അതിന്റെ അകത്തുള്ളത് കാടാണെന്നും അതിന്റെ അപ്പുറത്തേക്ക് സ്വകാര്യ വ്യക്തികളുടെ സർവേ നമ്പറും ആധാരമുള്ള ഭൂമിയാണെന്നൊന്നും കടുവക്കറിയില്ല. കടുവ ഇങ്ങനെ ഭക്ഷണം തേടി വിശന്നിട്ട് നടക്കുമ്പോൾ രാധയെ കണ്ടു. രാധയെ കണ്ടപ്പോ ഇത് വോട്ടർ പട്ടികയിൽ പേരുള്ള സ്ത്രീയാണെന്നും റേഷൻ കാർഡ് പേരുള്ള സ്ത്രീയാണെന്നും അവരമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെന്നൊന്നും അതിനറിയില്ല. മാംസമുള്ളത് കൊണ്ട് രാധയെ പിടിച്ചു തിന്നു. അതിന്റെ പേരിൽ കലാപം. എന്നാ മാനന്തവാടി, ഞാൻ അവിടെ പോയിട്ട് ഒരു ദിവസം പ്രസംഗിച്ചു. ഒരു പശുവിനെ കടുവ പിടിച്ചാൽ നിങ്ങൾ കലാപം ഉണ്ടാക്കുന്നു. മാനന്തവാടിയിൽ ഒരു ദിവസം 28 പശുവിനെ അറക്കുന്നുണ്ട്. കടുവക്ക് പശുവിനെ മാംസത്തെ തിന്നാൻ പറ്റും, മനുഷ്യന് മറ്റു പലതും തിന്നാം.
എന്നിട്ട് നമ്മൾ കൊന്നാൽ പാപമല്ല, കടുവ കൊന്നാൽ മഹാബദ്ധം. എങ്ങനെയാവുന്നു? കടുവക്കറിയില്ലല്ലോ. 2025 കേരളത്തിൽ 411 കൊലപാതകങ്ങൾ നടന്നു. 2025 411 കൊലപാതകങ്ങൾ. കടുവ കൊന്നത് തിന്നാനാ, നമ്മൾ കൊന്നതോ തിന്നാനാണോ കൊന്നത്? അതാണ് പ്രജ്ഞാപരാധം. അറിവുള്ളവന്റെ അപരാധമാണ് പ്രജ്ഞാപരാധം. കടുവയ്ക്ക് ഒരു പ്രജ്ഞാപരാധമില്ല, ആനയ്ക്ക് പ്രജ്ഞാപരാധമില്ല. അവരൊന്നും തന്നെ ഈ പ്രകൃതിയിൽ ഒരു ആഘാതവും സൃഷ്ടിക്കുന്നില്ല, അവർ വികാസം ഉണ്ടാക്കുന്നില്ല. അവർ മൈനസും ഇല്ല, പ്ലസും ഇല്ല, അവർക്ക് മൈനസും ഇല്ല. അന്നും ഇന്നും ഒരുപോലെ ജീവിക്കുന്നവരാണ് പക്ഷിമൃഗാദികൾ. മനുഷ്യരുണ്ടാകുന്നതിന് 15 ലക്ഷം വർഷം മുമ്പ് ഈ ഭൂമിയിൽ ആനകൾ ഉണ്ടായിരുന്നു. ആ ആനകൾ അന്ന് ജീവിച്ചത് എങ്ങനെയാണ്, അതേപോലെയാ 2025 ജീവിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. തൃശ്ശൂർ പൂരത്തിന് 60 ആനയുണ്ടാവും, തിരുവമ്പാടിയുടെ 30 ആന, പാറമേക്കാവിലിന്റെ 30 ആന. കുടമാറ്റത്തിന് വേണ്ടി ഗോപുരക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 5 ലക്ഷം മനുഷ്യർ നോക്കി നിൽക്കും. സ്ത്രീകളും ഉണ്ടാവും, പുരുഷന്മാരും ഉണ്ടാവും. അതിൽ ഈ മനുഷ്യർ നോക്കി നിൽക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഇതുവരെ ഒരു പിടിയാനയും ഒരു പാവാട ഉടുക്കണമെന്നോ ഒരു കൊമ്പനാനി ഒരു ട്രൗസർ എടുക്കണമെന്നോ ചിന്ത ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്നും ഉടുത്തിട്ടില്ല, ഇന്നും ഉടുക്കുന്നില്ല, ഒരിക്കലും ഉടുക്കില്ല. പക്ഷേ പക്ഷിമൃഗാദികൾ സുന്ദരന്മാരാ. ഉടുത്തില്ലെങ്കിലും ഒരാനയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും സുന്ദരനല്ലേ? ഒരു പക്ഷിയെ നോക്കൂ, ഏത് ഭാഗത്ത് നോക്കിയാലും സൗന്ദര്യമുണ്ട്. എന്നാ മനുഷ്യരോ മുൻഭാഗത്തേ സൗന്ദര്യമുള്ളൂ, പിൻഭാഗം മഹാവൃത്തികേടാ. മുൻഭാഗത്തിന്റെ തല തിരിഞ്ഞിട്ട് ആർക്ക് സെൽഫി എടുക്കാറുണ്ടോ? മുൻഭാഗം മാത്രം സൗന്ദര്യം. പക്ഷിമൃഗാദികൾക്ക് എല്ലാ ഭാഗവും സൗന്ദര്യ, മനുഷ്യന് മുൻഭാഗം മാത്രം സൗന്ദര്യം, അതും വസ്ത്രം ധരിച്ചതുകൊണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കുംഭമേളക്ക് പോയ അങ്ങ് പോയ പോലെ ഒരാൾ ഉടുത്തിട്ടില്ലെങ്കിൽ എന്തൊരു വൃത്തികേടായിരിക്കും. ഉടുക്കുന്നത് വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യൻ സുന്ദരനാവുന്നത്. പക്ഷിമൃഗാദികൾ ഒന്നും തന്നെ വസ്ത്രം ധരിക്കാതെയും സുന്ദരന്മാരാ. അതുകൊണ്ട് മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഏറ്റവും വിശിഷ്ട ജീവി എന്ന അഹന്ത ആദ്യം ഇല്ലാതാക്കുക. ആഫ്രിക്കയിലെ ഒരു വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷം ലോകത്തിലെ ഒട്ടുമിക്ക രോഗത്തിനും ചികിത്സ കൊടുക്കുന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ കറ അതിൻ്റെ വൃക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ വൃക്ഷം നശിച്ചുപോയി. ആ വൃക്ഷത്തിന്റെ ഒരു ചെടി പോലും ഈ ഭൂമണ്ഡലത്തിൽ ഇപ്പോൾ ബാക്കിയില്ല. എന്തുകൊണ്ട് നശിച്ചുപോയി? ആ വൃക്ഷത്തിന് കുരു മുളപ്പിക്കാനാവുന്ന കളി ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടും കഴിഞ്ഞില്ല. ആ വൃക്ഷത്തിന്റെ കുരു ഒരു പക്ഷി അതിൻ്റെ കായ തിന്നിട്ട് അത് കാട്ടിച്ച് പുറത്തേക്ക് വന്നാൽ മാത്രമേ ആ കുരു മുളക്കൂ. ആ പക്ഷിവംശത്തെ അവിടെയുള്ള മനുഷ്യർ വലയെയ്ത് പിടിച്ചിട്ട് കൊന്നു തീർത്തു കളഞ്ഞു. ആ പക്ഷിവംശം നശിച്ചപ്പോ ആ വൃക്ഷം നശിച്ചു. ആ വൃക്ഷം നശിച്ചതുകൊണ്ട് നമ്മുടെ സുരക്ഷയായിരിക്കുന്ന ഒരു മരുന്ന് നഷ്ടപ്പെട്ടു. ഇതൊരു ചാക്രികമാണ്. ഒരു കണ്ണി തെറ്റിയ മൊത്തം താളം തെറ്റും. ഇതൊരു ചാക്രികമായ പ്രക്രിയയാണ്. കുട്ടികൾ മനസ്സിലാക്കണം. ഒന്നിനെ തല്ലിക്കൊല്ലുമ്പോ, ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുമ്പോ അത് ഈ ചാക്രിക ആവാസ വ്യവസ്ഥയിൽ നിങ്ങൾ ആഘാതമുണ്ടാക്കുന്നു. പാമ്പ് ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, എനിക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ജീവി മൂർഖം പാമ്പാണ്. അതിന് വിഷമില്ലായിരുന്നെങ്കിൽ എന്തൊരു താൻപോരിമയും സൗന്ദര്യവുമാണ് അതിന്. അത് കടിച്ചിട്ട് കഴിഞ്ഞ 2020 28 ദിവസം വെന്റിലേറ്റർ കിടന്ന ഒരാളാണ് ഞാൻ. മരിക്കും എന്ന് വിചാരിച്ചിട്ട്, എന്നാലും എനിക്ക് പാമ്പിനെ ഇഷ്ടമാണ്. അന്തരീക്ഷത്തിലെ വിഷത്തെ മുഴുവൻ സ്വാംശീകരിച്ച് ഒരു പാമ്പും, എൻ്റെ നാട്ടിൽ ചേരയെ കാണും പോലെയാ രാജവെമ്പാല. കണ്ണവൻ കാടിന്റെ പരിസരത്ത് ഇഷ്ടം പോലെ രാജവെമ്പാലയുണ്ട്. ഇതുവരെ രാജവെമ്പാല കടിച്ചിട്ട് ഒരാൾ മരിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടിക്കില്ല. സാധുവാണ്. അതിങ്ങനെ നിൽക്കും, ഒന്ന് പേടിപ്പിക്കും. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിന്നാൽ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ അണ്ടർവെയർ മാറ്റേണ്ടി വരും, കാരണം ലീക്കാവും. അത്രയും പേടി വരും. ഇതൊക്കെ ഈ ഭൂമിയിലെ സൗന്ദര്യങ്ങളാണ്. അത്തരത്തിൽ ഈ ഭൂമിയിലെല്ലാം ചേരുന്ന ഈ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുവാൻ ആവശ്യമായത് നമ്മൾ ചെയ്യണം. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആഗോള താപനം എന്ന് പറഞ്ഞ് ചൂട് കൂടുന്നു. ചൂട് കൂടുമ്പോൾ നമ്മൾ AC വെക്കുന്നു. AC വെച്ചാൽ നിലവിലുള്ള വായു തണുപ്പിക്കുന്നില്ല. അവിടെ തണുപ്പുണ്ടാക്കുമ്പോൾ അത്രയും ചൂട് പുറത്തേക്ക് വമിക്കുകയാണ്. എല്ലാവരും AC വെച്ചാൽ പുറത്ത് വലിയ ചൂടാവും.
AC ഭൂമി മൊത്തം എയർ കണ്ടീഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഭൂമി മൊത്തം എയർ കണ്ടീഷൻ ചെയ്യുന്ന സംവിധാനമായിരുന്നു സസ്യങ്ങൾ. എന്നാ ഇപ്പൊ അതൊക്കെ താളം തെറ്റി. ആ താളം തെറ്റിയിട്ട് നമ്മൾ കൂടുതൽ എളുപ്പമാർഗങ്ങളിലേക്ക് പോകും തോറും കൂടുതൽ കുരുക്കിലേക്ക് നമ്മൾ മുറുകുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഒരു കുരുക്കഴിക്കുമ്പോൾ അതിനേക്കാൾ വലിയ കുരുക്ക് മുറുകുകയാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയെ, അതിൻ്റെ ആവാസ വ്യവസ്ഥയെ, അതിലെ സകല ജീവജാലങ്ങളെയും എല്ലാറ്റിലെയും കുയിലിന്റെ കൂവലായി പേടിപ്പെടുത്തിനി, കൂമന്റെ മൂളലായി പേടിപ്പെടുത്തിനി, കുയിലിന്റെ കൂവലായി പേടി മാറ്റുന്നതും അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ 100 വർണ്ണങ്ങൾ ചെപ്പിയിൽ ഒരുക്കി വയ്ക്കുന്നതും സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും സന്ധ്യയെടുത്തു നീ കാട്ടിൽ മറയുന്നതും പിന്നെയൊരു ഷസ്സിനെ തോളിലേറ്റുന്നതും അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു എന്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ, അരിയ നിൻ ചിറകിന്റെ ഒരു തൂവലിൻ തുമ്പിൽ ഒരു മാത്രയെങ്കിലൊരു മാത്ര എൻ വാഴ്വെന്ന മധുരമാം സത്യം ജ്വലിപ്പൂ. ഞാനിവിടെ ജീവിച്ചല്ലോ മനുഷ്യനായിട്ട്. നമുക്കല്ലാതെ ഈ പുഷ്പങ്ങളെ ആസ്വദിക്കാൻ പറ്റുമോ? മനുഷ്യൻ വരുന്നതിന് മുമ്പ് ആരെങ്കിലും മഴവില്ലിന് 7 നിറമുണ്ടെന്ന് കണ്ടെത്തിയോ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് 7 നിറങ്ങളെ നോക്കിയിട്ട് മഴവിൽ കൊടിയെ കുറിച്ച് പാട്ടെഴുതിയോ? കോടാനുകോടി പുഷ്പങ്ങൾ ഉണ്ടായിട്ടും ആ പുഷ്പങ്ങളെ നോക്കിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്നെഴുതാൻ ഒരു ഷിബു ചക്രവർത്തിയും അത് ചിട്ടപ്പെടുത്താൻ ഒരു ജെറി അമൽദേവും അത് പാടാൻ ഒരു യേശുദാസും കൂടി ഉണ്ടായിരുന്നില്ല. ഈ പ്രകൃതിയുടെ അത്ഭുതത്തെയും അതിന്റെ സൗന്ദര്യത്തെയും ആസ്വദിക്കാനല്ലാതെ അതിനെ നശിപ്പിക്കാൻ, 1 ഇഞ്ച് പോലും നശിപ്പിക്കാൻ ഇവിടെ നമുക്ക് അവകാശമില്ല. നമുക്ക് ബോധം തന്നത് അതിനാണ്. നമുക്കാകെ ലഭിച്ചിരിക്കുന്ന ഈ ജന്മം ഒരു 90 വയസ്സ് വരെ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട കുട്ടികളെ, 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് 25 വർഷമേ മനുഷ്യനാവാൻ കഴിയുന്നുള്ളൂ. 30 വർഷം നമ്മൾ ഉറക്കാണ്. 24-ൽ 3-1 8 മണിക്കൂർ ഡെയിലി ഉറങ്ങണ്ടേ? അപ്പൊ 3-1 അപ്പൊ 90-ന്റെ 3-1 30. 30 വർഷം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. 30 വർഷം നമ്മൾ സുഷുപ്തിയിലാണ്. 60 വർഷമേ നമ്മൾ അറിയുന്നുള്ളൂ ഈ ഭൂമിയിലുള്ളത്. ഉറങ്ങുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ നമ്മളുണ്ടെന്ന്. അടുത്ത് കിടക്കുന്ന ആൾ അറിയും കൂർക്കം വലി കേട്ടിട്ട്, നമ്മളറിയില്ല. ആ 60 വർഷത്തിൽ 15 വർഷം ഭക്ഷണ ശേഖരണത്തിന് ശേഖരിക്കണം, പാചകം ചെയ്യണം, വാരി തിന്നണം, കഴുകണം, പാത്രം കഴുകണം, എല്ലാം കൂടി 15 വർഷം ഭക്ഷണം. ഇനി 45 ബാക്കിയുള്ളൂ. 5 വർഷം വിസർജനത്തിനാ. മൂത്രമൊഴിക്കാനും ടോയ്ലറ്റ് പോവാനും കുളിക്കാനും എല്ലാം കൂടി നമ്മൾ എടുക്കുന്ന സമയം എടുത്തിട്ട് 365 കൊണ്ട് ഗുണിച്ചിട്ട് 90 കൊണ്ട് ഗുണിച്ചു നോക്കൂ. ഫുൾ 5 വർഷങ്ങൾ നമ്മൾ ടോയ്ലറ്റിലാ. ഈ യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോഴാണ് ടൈം കൂടിയത്. പഴയ നാടൻ കക്കൂസാകുമ്പോൾ മുട്ടുമടക്കി ഇരുന്നിട്ട് മുട്ട് വേദനിച്ചിട്ട് വേഗം എഴുന്നേറ്റ് പോകും. ഇപ്പൊ കസേര ഇരിക്കും പോലെ ഇരിപ്പല്ലേ, വരുമ്പം വരട്ടെ അവിടെ ഇരിക്കും. ചെറുപ്പക്കാരെല്ലാം മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കയറുന്നത്. ഇപ്പോ അവിടെ നിന്നാണ് പലതും ഡൗൺലോഡിങ്, മേലെ നിന്നും ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ്, രണ്ടും ഒന്നിച്ച് നടക്കുമല്ലോ. അതാണ് 5 വർഷം. അങ്ങനെ ഇനി 40 വർഷം. ആ 40 വർഷത്തിൽ 10 വർഷം വെറുതെ കിടക്കും. ജനിച്ചിട്ട് ആദ്യത്തെ 2 കൊല്ലം കിടന്നു, പിന്നെ സമയം കിട്ടുമ്പോഴെല്ലാം കിടക്കും. 70 കഴിഞ്ഞാൽ കിടപ്പ് തന്നെ. 10 വർഷം കിടന്നും പോയി. ഇനി 30 ബാക്കിയുള്ളൂ. ആ 30-ൽ 5 വർഷം നമ്മളെ മേക്കപ്പ് ചെയ്യണം, മുടി ചെയ്യണം, പൗഡർ ഇടണം, പൊട്ട് തൊടണം, ഷേവ് ചെയ്യണം, മീശ കട്ട് ചെയ്യണം, പുരികം പൊരിക്കണം, വരച്ചുണ്ടാക്കണം, സാരി ഉടുക്കണം, മുന്താണിക്ക് പിന്നുകുത്തണം, എല്ലാം കൂടി നമ്മളെ മേക്കപ്പ് ചെയ്യാൻ 5 വർഷം എടുക്കും. ഇനി 25 വർഷമേ നമുക്കുള്ളൂ. ആ 25 വർഷം പ്രജ്ഞാപരാധമില്ലാത്ത ബോധമണ്ഡലത്തെ ഉയർത്തിയിട്ട് ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയും കോടാനുകോടി വർഷം ഈ ഭൂമിയെ ജീവനോടുകൂടി നിലനിർത്താൻ. ഈ ഭൂമിയിൽ ജീവനില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യരും ജീവനും ഇല്ലായിരുന്നുവെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കാൻ ഈ ലോകത്ത് വേറെ ഏടിയെങ്കിലും സംവിധാനമുണ്ടോ? ഈ ഭൂമിയിലല്ലാതെ പള്ളികളും അരമനകളും അമ്പലങ്ങളും ഒന്നുമില്ല, ഇവിടെയേ ഉള്ളൂ. ഇതങ്ങ് തീർന്നാ പിന്നെ ദൈവമേ എന്ന് വിളിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടോ ദൈവത്തിന്റെ സ്വത്വം തിരിച്ചറിയാൻ? അതുകൊണ്ട് ദൈവത്തെ രക്ഷിക്കുന്ന പ്രക്രിയയാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്ന പ്രക്രിയ. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഭൂമിയെ നിലനിർത്തണം. ഈ ഭൂമിയുടെ
പുറന്തോടി ഇങ്ങനെ ഉരുണ്ട് കിടന്നാൽ പോരാ. അതിലെ ജൈവ വൈവിധ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെയും അതിലെ വായുസഞ്ചാരത്തെയും അതിലുള്ള റേഷ്യോവിനെയും അതിലെ വെള്ളത്തിന്റെ അവസ്ഥയെയും മഴയെയും പുഴയെയും എല്ലാം സംരക്ഷിക്കാൻ പ്രകൃതിയോടൊത്ത് നല്ല പ്രജ്ഞയുള്ള മനുഷ്യരായി, പ്രകർഷേണയുള്ള ജ്ഞാനമാണ് പ്രജ്ഞ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ, നിരന്തരം പുതുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ജ്ഞാനത്തെയാണ് പ്രജ്ഞ എന്ന് പറയുക. അതിനാണ് നിങ്ങൾക്ക് ബുദ്ധി തന്നത്. ആ ബുദ്ധിയെ വികസിപ്പിക്കാൻ നിങ്ങളുടെ ഊണിലും ഉറക്കിലും ചലനത്തിലും അന്വേഷണത്തിലും ഗവേഷണത്തിലും പഠനത്തിലും എല്ലാം നിരന്തരം ഈ പ്രകൃതിയെ ടാർഗറ്റ് ചെയ്ത് രക്ഷിക്കാൻ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരു ആധ്യാത്മിക സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രകൃതിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ചിന്തിക്കാൻ മനസ്സു കാണിച്ച ഈ CSI മഹാസഭയുടെ പ്രവർത്തകരെ, ഈ കേരളത്തിലെ മുഴുവൻ പ്രകൃതി സ്നേഹികളുടെയും നല്ല മനുഷ്യരുടെയും പേരിൽ ഞാൻ അവർക്കൊരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഈ പരിപാടിക്ക് എന്നെ കേട്ടതിനും നിങ്ങൾക്കെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.